ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് തരുണം എന്ന മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ മീര എന്ന പെൺകുട്ടിയും അവളുടെ ഫ്രണ്ട് രോഹിത്തും ഒരു പബ്ബിലിരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. രോഹിത് അവളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പലതവണയായിട്ട് നിന്നോട് പറയുന്നില്ലേ ഒരു ലോങ് ഡ്രൈവിന് പോകാമെന്ന്, നമുക്കത് ഇന്ന് പോയാലോ എന്ന്. അതിനെന്താ, നമുക്ക് പോകാമെന്ന് അവൾ പറയുന്നു. ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന ടിവിയിലാകട്ടെ ഒരു ന്യൂസ് കാണിക്കുന്നുണ്ട്. പെൺകുട്ടികളെ ചതിച്ച് അവരുടെ നഗ്ന വീഡിയോസ് എടുത്തിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന IT മൻമഥൻസ് എന്ന് പറയുന്ന ഒരു ഗ്യാങ് ഉണ്ട്. ആ ഗ്യാങ്ങിനെ പിടിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ പോലീസ് ടീം റെഡിയായി എന്നാണ് അതിൽ പറയുന്നത്. അവർ VPN ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ക്രൈം നടത്തുന്നത് കൊണ്ട് എവിടെയാണുള്ളതെന്ന് ഇതുവരെയും പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ നായകനായ അർജുൻ, അവൻ ഒരു CRPF ഉദ്യോഗസ്ഥനാണ്. അവനും അവന്റെ ഫ്രണ്ട്സും ചേർന്നിട്ട് ഒരു മിഷന് വേണ്ടി പോകുന്നുണ്ട്, കുറച്ച് കുറ്റവാളികളെ പിടിക്കാൻ വേണ്ടി. ഇവിടെ രോഹിത് നിർബന്ധിച്ച കാരണം മീരയാകട്ടെ ലോങ് ഡ്രൈവിന് പോവുകയാണ്. അവൾ നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന കണ്ടിട്ട് അവൻ സ്പീഡ് കുറയ്ക്കാൻ പറയുന്നു. എന്നാൽ സ്പീഡ് കൂട്ടിപ്പോയി അവളുടെ വണ്ടി ആക്സിഡന്റ് ആവുകയാണ്. അതേ ടൈമിൽ ഇവിടെ മിഷന് വേണ്ടി പോയിരുന്ന അർജുനും ഗ്യാങ്ങും ആകട്ടെ ആ കുറ്റവാളികൾക്ക് നേരെ വെടിയുതിർക്കുന്നതിനിടയിൽ അർജുന്റെ ടീമിലെ ഒരാള് അറിയാതെ അവന്റെ ഫ്രണ്ടിലേക്ക് വരികയും അവന്റെ തോക്കിൽ നിന്നും വെടിയുണ്ട അയാളുടെ നെറ്റിയിൽ കൊണ്ടിട്ട് അയാൾ സ്പോട്ടിൽ മരിക്കുകയും ചെയ്യുന്നു. അത് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായിരുന്നു. അത് അറിയാതെ പറ്റിയൊരു സംഭവമായിരുന്നു. അതിന്റെ പേരിൽ അവൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവൻ മനഃപൂർവ്വം ഇയാളെ വെടിവെച്ചതാണോ എന്ന് വരെയാണ് അന്വേഷണം വരുന്നത്. ഒരു സൈഡില് ഇവനും പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്നു, മറ്റൊരു സൈഡില് ആക്സിഡന്റ് ആയിട്ട് രോഹിത്തും മീരയും ഹോസ്പിറ്റലാകുന്നു. മീരയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു, കൂടുതൽ പരിക്കുകളും രോഹിത്തിനായിരുന്നു. മീരയുടെയും അർജുന്റെയും വിവാഹം രണ്ട് വ്യത്യസ്ത ആൾക്കാരുമായിട്ട് ഉറപ്പിച്ചു വെച്ചിരുന്നതാണ്. എന്നാൽ മീര ഇങ്ങനെ ആക്സിഡന്റിൽ വന്ന് പെട്ടത് കാരണം മീരയുടെ ഫിയാൻസ് അവളെ ചോദ്യം ചെയ്യുന്നു. നീ ആരുടെ കൂടെയാണ് രാത്രിയിൽ ലോങ് ഡ്രൈവിന് പോയത്, എന്തിനു പോയി എന്നൊക്കെ. മാത്രമല്ല അയാളാകട്ടെ അയാളുടെ പേരൻസ് പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു. ആ ഒരു ഇഷ്യൂസ് കാരണം മീരയും ഫിയാൻസയും തമ്മിലുള്ള വിവാഹം മുടങ്ങുന്നു. അതുപോലെ തന്നെ അർജുന്റെ പാർട്ട്ണറായിട്ടുള്ള പെൺകുട്ടിയാകട്ടെ, നീ ഈ ജോലിയെല്ലാം വിട്ടിട്ട് എന്റെ അച്ഛൻ പറയുന്ന പോലെ അച്ഛന്റെ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുന്നതാ നല്ലതെന്ന്. അങ്ങനെ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അച്ഛന്റെ ബിസിനസ് ഏറ്റെടുത്ത് നടത്തേണ്ട ആവശ്യമൊന്നും തനിക്കില്ല എന്നും താൻ ആഗ്രഹിച്ച് വാങ്ങിച്ച ജോലിയാണിതെന്നും ഇതിലുള്ളതാ ഇതല്ല എന്നും അവൻ പറയുന്നു. അതിന്റെ പേരിൽ ആ കല്യാണവും മുടങ്ങി. കുറച്ച് നാളുകൾക്ക് ശേഷം മീരയും അർജുനും ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. അതായത് ഇവരെ രണ്ടുപേരെയും വിട്ടിട്ട് പോയ ആ ഫിയാൻസിമാരില്ലേ, അവർ രണ്ടുപേരുമായിരുന്നു വിവാഹം കഴിക്കുന്നത്. മീരയും അർജുനും നേരത്തെ പരിചയമില്ലെങ്കിൽ പോലും ആ ഒരു കല്യാണത്തിൽ വെച്ചിട്ട് അവർ കണ്ടുമുട്ടുന്നു. എന്നാൽ അന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നതൊന്നും തന്നെയില്ല. വീണ്ടും കുറച്ച് നാളുകൾ കടന്നുപോയി. രോഹിത്തിന് ഭേദമായി കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മീര അവനെ കാണാൻ ചെല്ലുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരു ഫ്ലോറിൽ തന്നെയാണ് താമസിക്കുന്നത്. എന്നാൽ രോഹിത് അവളോട് പറയുന്നുണ്ട്, നീ എന്റെ സോൾമേറ്റ് ആണെന്നും നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഭേദമാകുമെന്നും. അവൻ അവളോട് ഇഷ്ടമുള്ള കാര്യം അവൾക്കറിയാം. പക്ഷെ എന്നാൽ പോലും അവൾ അവനെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ അർജുനും ഹോസ്പിറ്റലിൽ നിന്ന് റിക്കവറായി വന്നു. അവന്റെ കേസിന്റെ എൻക്വയറീസ് നടക്കുകയാണ്. മാത്രമല്ല അവൻ അവന്റെ ഫിറ്റ്നസും തെളിയിക്കണം. അതെല്ലാം തന്നെ ചെന്നൈയിൽ വെച്ചായിരുന്നു നടക്കുന്നത്. അതുകൊണ്ട് അവൻ ചെന്നൈക്ക് പോകാൻ തീരുമാനിക്കുന്നു. അവിടെ അവനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അയാളുടെ പേര് വിശ്വ എന്നാണ്. അവൻ നേരെ ചെന്നൈയിലെത്തിയ ശേഷം വിശ്വയെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ ഓഫീസിലേക്ക് ചെല്ലുന്നു. വിശ്വയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് വിശ്വയുടെ തന്നെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന മീരയാകട്ടെ ഇവന്റെ അടുത്തേക്ക് വരുന്നു. മീര തെറ്റിദ്ധരിക്കുന്നുണ്ട്, ഇന്റർവ്യൂവിന് വേണ്ടി വന്ന ആളാണ് നമ്മുടെ അർജുൻ എന്ന്. അതുകൊണ്ട് തന്നെ അവളാകട്ടെ അവനെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അവള് തന്നെ തെറ്റിദ്ധരിച്ചു എന്ന് മനസ്സിലായതും അവൾ ചോദിച്ച ചോദ്യത്തിനൊക്കെ തമാശ രീതിയിൽ ഉത്തരങ്ങളും പറയുന്നു. ആ സമയത്താണ് വിശ്വ അവിടേക്ക് കയറി വരുന്നത്. ഇത് ഇന്റർവ്യൂവിന് വന്ന ആളാണെന്നും എന്റെ ഫ്രണ്ട് ആണെന്നും പറയുന്നു. അപ്പോഴാണ് താൻ തെറ്റിദ്ധരിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ അവിടെ വെച്ച് അവർ രണ്ടുപേരും പരിചയപ്പെടുന്നു. അതിനുശേഷം അർജുൻ ആകട്ടെ തന്റെ ഫിറ്റ്നസ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം വിശ്വ അർജുനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, തനിക്ക് ജോലിയിൽ പ്രൊമോഷൻ കിട്ടി, അതിന്റെ ഒരു പാർട്ടി താൻ വെച്ചിട്ടുണ്ട്, നീ എന്റെ ബൈക്ക് എടുത്തിട്ട് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് വരാൻ. അർജുൻ അവിടെ എത്തിയപ്പോൾ മീരയും അവിടെ ഉണ്ടായിരുന്നു. ഈ വിശ്വത്തിന്റെ ഗേൾഫ്രണ്ട് ശ്വേതയും അവിടേക്ക് വന്നിട്ടുണ്ട്. വിശ്വവും ശ്വേതയും അർജുനും എല്ലാം തന്നെ നേരത്തെ ഒരുമിച്ച് പഠിച്ചതായിരുന്നു. അന്ന് ഈ വിശ്വത്തിന്റെ ഗേൾഫ്രണ്ട് ശ്വേതയാകട്ടെ അർജുനെ പ്രപ്പോസ് ചെയ്യുകയും അവന്റെ പുറകെ കുറെ നടന്നതുമാണ്. അന്ന് അവനത് റിജക്ട് ചെയ്ത കാരണം ആ പെണ്ണിന് ഇവനോടൊരു ദേഷ്യം ഉണ്ടായിരുന്നു. ഇവനിപ്പോ സിംഗിൾ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണെന്ന് അറിഞ്ഞപ്പോ അവളാകട്ടെ അവനെ ഓരോന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താനും കളിയാക്കാനും ഒക്കെ തുടങ്ങി. ഇത് മനസ്സിലാക്കി നമ്മുടെ മീരയാകട്ടെ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവന്റെ ഗേൾഫ്രണ്ട് ആണ്, എന്താ പ്രശ്നമെന്ന്. അവനിപ്പോ സിംഗിൾ അല്ല, അവന് ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞതോടുകൂടി ശ്വേതയുടെ അഹങ്കാരം അങ്ങ് നിന്നു. ശ്വേത അർജുനെ ഇങ്ങനെ കുത്തി പറയുന്നത് അപ്പോഴാണ് വിശ്വം ശ്രദ്ധിക്കുന്നത്. അവൻ പെട്ടെന്ന് ശ്വേത അവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ മീര അർജുനായിരുന്നു സംസാരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ഹെൽപ്പ് ചെയ്തതിന് അർജുനാകട്ടെ മീരയോട് നന്ദി പറയുന്നു. നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് അവൻ ആ കല്യാണത്തിന്റെ കാര്യം പറയുന്നത്. ഇവർ രണ്ടുപേരും ബ്രേക്കപ്പ് ആയ വ്യക്തികളുടെ കല്യാണമായിരുന്നു അതെന്നറിഞ്ഞപ്പോൾ അവർക്ക് തന്നെ കോമഡി ആയിട്ട് തോന്നി. എന്തായാലും അവർ രണ്ടുപേരും നല്ല മാച്ച് ആയിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തനിക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ട് മീര പോകുന്നു. അവള് പോയി കുറച്ച് കഴിഞ്ഞിട്ടാണ് അർജുൻ തന്റെ ബൈക്ക് എടുത്തിട്ട് വരുന്നത്. എന്നാൽ ആ സമയത്ത് അവൾ അപ്പോഴും ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. താൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞെങ്കിലും താൻ ബൈക്കിൽ കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് അവൾ ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എന്നാൽ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടും ക്യാബ് വന്നില്ല. അവള് പോകുന്നത് വരെ അവൾക്ക് കൂട്ടായിട്ട് അർജുൻ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവസാനം അവൾ പറയുന്നുണ്ട്, ക്യാബ് കിട്ടുമെന്ന് തോന്നുന്നില്ല, നീ തന്നെ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ. അങ്ങനെ അവർ കുറെ നേരം സംസാരിക്കുകയും അവൾക്ക് അവന്റെ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ അവൾ ഇറങ്ങാൻ നേരം അവന്റെ നമ്പർ വാങ്ങിക്കുന്നു. അതിനുശേഷം നമ്മുടെ അർജുന്റെ എൻക്വയറി എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അവൻ മനഃപൂർവ്വം ഷൂട്ട് ചെയ്തതല്ല എന്നും താൻ മറ്റൊരാളെ ഷൂട്ട് ചെയ്യുന്നതിന്റെ
ആക്സിഡന്റിന്റെ ഇടയ്ക്ക് അറിയാതെ അവൻ വന്ന് പെട്ടതാണെന്നും അങ്ങനെ മരിച്ചതാണെന്നും ഒക്കെ അവൻ പ്രൂവ് ചെയ്യുന്നു. അതോടുകൂടി അവന് കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലി പ്രവേശിക്കാമായിരുന്നു. പക്ഷെ അതിനിടയിൽ വെച്ചിട്ട് അവനൊരു ക്രൈമിലും ചെന്നുപോയി പെടാൻ പാടില്ല. അവന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവന്റെ ജോലിയെ ബാധിക്കും. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങാൻ നേരത്തെ മീര അവന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഫ്രീ ആണെങ്കിൽ നമുക്കൊരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നീട് അവർ കൂടുതൽ അടുക്കുകയും ഒരുമിച്ച് ട്രാവൽ ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മറ്റൊരു സൈഡിൽ രോഹിത് ആകട്ടെ മീരയുമായിട്ടിരുന്ന് സംസാരിക്കുന്നതും കാണിക്കുന്നു. ഇവർ രണ്ടുപേരും ഒരു ഫ്ലോറിലായതുകൊണ്ട് തന്നെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലാറ്റിൽ വന്നിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അവന് ഫുൾ ഫ്രീഡം അവൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ തന്റെ ബർത്ത്ഡേയുടെ അന്ന് മീരയാകട്ടെ അർജുനെ വിളിച്ചുകൊണ്ട് പോയിട്ട് തന്റെ ഫ്രണ്ടിന്റെ ഫോട്ടോസ് കാണിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണ്. അവളുടെ പേര് സൗന്ദര്യ എന്നാണ്. പക്ഷെ അവളിപ്പോൾ ഈ ഭൂമിയിലില്ല. എന്റെ കൂട്ടുകാരി മരിച്ചുപോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് കരയുന്നു. ഇവിടെ അർജുന് മീരയോട് ഇഷ്ടം തോന്നാൻ തുടങ്ങിയതോടുകൂടി അവളെ എങ്ങനെയെങ്കിലും പ്രപ്പോസ് ചെയ്യണമെന്നായിരുന്നു അവന്റെ ഉദ്ദേശം. അത് വീട്ടുകാർ വഴി തന്നെ ഫോർമലായിട്ടുള്ള ആലോചന ആയിക്കോട്ടെ എന്ന് അവന് തോന്നുന്നു. അങ്ങനെ ഒരു ദിവസം ഇവൾ അർജുനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് ഇവളുടെ വീട്ടുകാർ തന്നെ ഇവളോട് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞങ്ങൾ ആലോചിച്ച പയ്യനും ഇത് തന്നെയാണെന്ന്. പക്ഷെ അർജുന്റെ വീട്ടുകാര് ഇവരോട് പറഞ്ഞിരുന്നത് ഇവന് ഫാമിലി ബിസിനസ് ആണെന്നാണ്. ഇവനൊരു CRPF ഓഫീസർ ആണെന്നുള്ള കാര്യം തൽക്കാലം ഇവരെല്ലാവരും മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവരുടെ കല്യാണം എല്ലാം തന്നെ ഫിക്സ് ആയി. ഇതറിഞ്ഞ് രോഹിത് ആകെ ദേഷ്യത്തിലായി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും ഞാൻ തന്നെ നിന്നെ വിവാഹം കഴിക്കുമെന്നും വേറൊരുത്തനെ നിന്നെ സ്വന്തമാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവനാകട്ടെ മീരയുമായിട്ട് വഴക്കിടുന്നു. എന്നാൽ മീര പറയുന്നുണ്ട്, ഞാൻ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നും ആവശ്യമില്ലാതെ നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും. ഒരു ദിവസം അർജുനും മീരയും പരസ്പരം കെട്ടിപ്പിടിച്ചിരിക്കുകയും കിസ് ചെയ്യുന്നതും എല്ലാം തന്നെ നമ്മുടെ രോഹിത് നേരിട്ട് കാണുകയും ചെയ്തു. അതോടുകൂടി അവൻ വീണ്ടും ആകെ കലിപ്പിലായി. ഇതിനെ കാണുന്നത് തന്നെ രോഹിത്തിന് ആകെ ദേഷ്യമായിരുന്നു. രോഹിത് അവളെ തന്റെ കൂടെ പുറത്തേക്ക് പോകാൻ വിളിക്കുമ്പോൾ അവളാകട്ടെ അവന്റെ കൂടെ പോകാതെ അർജുന്റെ കൂടെ പോകുന്നതും അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൾ ഓൾറെഡി അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വിവാഹം കഴിഞ്ഞാലും ഞാൻ നിന്റെ കൂടെ ഇതുപോലെ തന്നെ പെരുമാറും, പക്ഷെ ആവശ്യമില്ലാതെ നീ എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്ന്. എന്നാൽ രോഹിത് ഇവളെ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. അതൊന്നും തന്നെ മീരയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ യഥാർത്ഥത്തിൽ രോഹിത് അവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല അവളോട് ഇങ്ങനെ പെരുമാറുന്നത്. അവന്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അവനും അവന്റെ കൂട്ടുകാരനും ചേർന്നിട്ട് പോലെ ഒരുപാട് പെൺകുട്ടികളെ വളച്ചുകൊണ്ടുവന്ന് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് അവരെ എല്ലാം തന്നെ റേപ്പ് ചെയ്യും. അതിന്റെ വീഡിയോസ് എടുത്തിട്ട് അവരെ കാണിച്ച് അവരെ പലതവണ വീണ്ടും റേപ്പ് ചെയ്യും. ഇതവരുടെ സ്ഥിരം പരിപാടിയായിരുന്നു. അതുപോലെ ഇവനും മീരയെ നോട്ടമിട്ടാണ് ഇവളുടെ അടുത്ത് കൂട്ടുകൂടാൻ വന്നതും ഇവളോട് പ്രണയമാണെന്ന് പറഞ്ഞതും. എന്നാൽ എന്തൊക്കെ വന്നാലും ശരി അവളുടെ ഫസ്റ്റ് നൈറ്റിന് മുൻപേ ഞാൻ അവളെ ആസ്വദിക്കുമെന്ന് ഇവൻ പറയുന്നു. അതിനാദ്യം ആ അർജുനിട്ട് പണി കൊടുക്കണം, അവനെ പേടിപ്പിച്ചോടിക്കണം. അങ്ങനെ രോഹിത്തും അവന്റെ കുറെ ഗുണ്ടകളും ചേർന്നിട്ട് അർജുനെ കൊലപ്പെടുത്താനും അവനെ ആക്രമിക്കാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അർജുൻ ഈസി ആയിട്ട് ഇവരെല്ലാം അടിച്ചിടുന്ന കണ്ടപ്പോൾ രോഹിത്തിന് മനസ്സിലായി അവൻ സാധാരണക്കാരനല്ല എന്ന്. രോഹിത്താനം തന്നെ ഉപദ്രവിക്കാൻ വന്നത് അറിഞ്ഞതോടുകൂടി അർജുൻ ചിരിച്ചുകൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് കൂട്ടിയതൊന്നും കൂടില്ല എന്ന്. തിരക്കുകളോട് വീട്ടിലെത്തിയ അവനാകട്ടെ വിശ്വയോടും മീരയോടും പറയുന്നുണ്ട്, എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന്. രോഹിത് തന്നെ ആക്രമിക്കാൻ വന്ന കാര്യമൊന്നും തന്നെ അവൻ ആരോടും പറയുന്നില്ല. ഇവിടെ രോഹിത് തന്റെ കൂട്ടുകാരൻ വഴി അന്വേഷിച്ചറിയുന്നുണ്ട് അർജുൻ ഒരു CRPF ഉദ്യോഗസ്ഥനാണെന്ന്. അതവൻ നേരെ വന്ന് മീരയോട് പറയുന്നു. അവളോട് അവനൊരു ബിസിനസ്മാൻ ആണെന്നാണ് പറഞ്ഞിരുന്നത്. അവന്റെ പ്രൊഫഷൻ എന്താണെന്ന് അറിഞ്ഞതും അവൾ ശരിക്കും ഞെട്ടി. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ വിളിച്ചപ്പോൾ അവനും പറയുന്നുണ്ട്, ഞാനിത് നിന്നോട് പറയാനിരിക്കുകയായിരുന്നു എന്ന്. എന്റെ വീട്ടുകാർ ആദ്യത്തെ കല്യാണം എന്റെ പ്രൊഫഷൻ കാരണം മുടങ്ങിപ്പോയത് കാരണം തൽക്കാലം അത് മറച്ചു വെച്ചിട്ടാണ് പ്രൊഫൈലിലെല്ലാം തന്നെ കൊടുത്തിരുന്നത്. പതിയെ കൊണ്ട് ഞാൻ തന്നെ നിന്നോടെല്ലാം തുറന്നു പറയാനിരിക്കുകയായിരുന്നു. എന്നാൽ തന്നോട് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മീരയാകട്ടെ അർജുനുമായിട്ട് വഴക്കിടുന്നു. വിഷമിച്ചിരുന്ന മീരയാകട്ടെ രോഹിത് ആശ്വസിപ്പിക്കുന്നുണ്ട്. നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ അവൻ കെട്ടിപ്പിടിക്കുന്നു. ആ സമയത്ത് മീരയുടെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് അർജുൻ അവിടേക്ക് വരികയായിരുന്നു. അർജുൻ കുറച്ചുനേരം റിങ് ചെയ്തിട്ടും അവൾ വാതിൽ തുറക്കാത്ത കാരണം അവൻ ഡോറിൽ പിടിച്ചു നോക്കുമ്പോൾ അത് ഓപ്പണായി കിടക്കുകയായിരുന്നു. അവൻ അകത്തേക്ക് പോയി നോക്കുമ്പോൾ കാണുന്നത് തറയിൽ ബോധം കെട്ട് കിടക്കുന്ന രോഹിതിനെയും ആകെ പേടിച്ചെറിഞ്ഞ് നിൽക്കുന്ന മീരയുമാണ്. അർജുനെ കണ്ടതും മീരയൊന്ന് ഞെട്ടി. ഇതെന്ത് പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ അവൾ നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ അവളെ കെട്ടിപ്പിടിച്ച സമയത്ത് അവളാകട്ടെ ഒരുപാട് ഷൗട്ട് ചെയ്തുകൊണ്ട് അവനെ തള്ളി മാറ്റുകയും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുകയും ചെയ്യുന്നു. അതിനുശേഷം അവൾ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇറങ്ങിപ്പോയവൻ തിരിച്ചു വന്ന് ഇവളെ ബാക്കിലൂടെ പിടിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ഒരു കവർ തലയിലൂടെ ഇട്ട് അവളെ ശ്വാസം മുടിച്ച് കൊല്ലാനുള്ള ശ്രമത്തിലായിരുന്നു. അവളുടെ കയ്യിൽ നിന്നും കുപ്പിയും വെള്ളമെല്ലാം തന്നെ താഴെ വീണു. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ അവനെ പിടിച്ച് തള്ളുകയും അവനാകട്ടെ അവിടെ തറയിലുണ്ടായിരുന്ന വെള്ളത്തിൽ കാല് തന്നെ തറയിൽ തലയിടിച്ച് വീഴുകയും ചെയ്തു. ആ വീഴ്ചയിൽ ബോധം പോയതാ. ആംബുലൻസിനെ വിളിച്ചിട്ടുണ്ടെന്നും അവൾ പറയുന്നു. എന്നാൽ അവൻ അവളോട് പറയുന്നുണ്ട് ഗ്ലൗസ് ഉണ്ടെങ്കിൽ എടുത്തിട്ട് വാ എന്ന്. എന്നിട്ട് അവൻ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് അവനെ പരിശോധിച്ച് നോക്കുന്നുണ്ട്. പൾസ് മീറ്റർ ഉപയോഗിച്ചിട്ട് അവന് പൾസ് ഉണ്ടോ എന്ന് ചെക്കും ചെയ്യുന്നു. എല്ലാം നോക്കിയ ശേഷം അവളോട് പറയുന്നുണ്ട് ആംബുലൻസ് ഒന്നും വന്നിട്ട് കാര്യമില്ല, അവൻ മരിച്ചു എന്ന്. ഇത് കേട്ടതോടെ മീര ആകെ ടെൻഷനായി. പക്ഷെ അർജുൻ പറയുന്നുണ്ട്, ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. നീ ഈ കൊലപാതകം ചെയ്തു എന്ന് തന്നെയാവും. ഞാൻ കൂടി ഇവിടെ വന്നത് കാരണം സ്വാഭാവികമായിട്ട് ഞാനും ഈ കേസിൽ പെടും. അവരിങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് ആ ആംബുലൻസിന്റെ ആൾക്കാർ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. അർജുൻ തുറന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് നേരത്തെ ഒരു സുഖമില്ലാത്ത പോലെ വന്നായിരുന്നു, പക്ഷെ ഇപ്പൊ അതെല്ലാം മാറി, ഞാൻ ഓക്കെ ആണെന്ന്. അങ്ങനെ തൽക്കാലത്തേക്ക് അവരെ അവൻ പറഞ്ഞു വിട്ടു. ഇവിടെ മീര ആകെ ടെൻഷൻ അടിച്ചിട്ട് അവനോട് പറയുന്നുണ്ട്,
പറയുന്നുണ്ട് നമുക്കിത് അവന്റെ അമ്മയെങ്കിലും അറിയിക്കാമെന്ന്. അവന്റെ അമ്മ ഇപ്പൊ മിക്കവാറും അവനെ തിരക്കി വരും. എന്നാൽ ഇവൻ പറയുന്നുണ്ട് ഒരു കാരണവശാലും നമുക്ക് ഇവിടെ വെച്ച് ഇവൻ മരിച്ചതാണെന്ന് പറഞ്ഞ് ആരെ അറിയിക്കാൻ പറ്റില്ല. നീ എത്രയൊക്കെ പറഞ്ഞാലും ശരി, അവസാനം കുറ്റവാളി നീ തന്നെയാവും. അവൻ അബദ്ധത്തിൽ മരിച്ചതായിരിക്കാം, എന്നാൽ പോലും ആരും നീ പറയുന്നത് വിശ്വസിക്കില്ല. അതുകൊണ്ട് അവന്റെ മരണം ഇവിടെ വെച്ചല്ല നടന്നത്, മറ്റെവിടെയെങ്കിലും വെച്ചാണ് നടന്നതെന്ന് നമ്മൾ തെളിയിക്കണം. തൽക്കാലം അവന്റെ ബോഡി അവരെ നേരെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകുന്നു. AC ഓണാക്കി റൂം നന്നായിട്ട് കൂളാക്കി വെക്കുകയും ചെയ്യുന്നു. കുറച്ചു കഴിയുമ്പോൾ വീണ്ടും സെക്യൂരിറ്റി അവിടെ വന്ന് ഡോർബെൽ അടിക്കുന്നുണ്ട്. ഇവൻ പോയി തുറന്നു നോക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് താഴെ രോഹിത്തിന്റെ കാറ് കറക്റ്റ് ആയിട്ടല്ല പാർക്ക് ചെയ്തിരിക്കുന്നത്, അത് കാരണം ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അയാളുടെ വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ അയാളുടെ അമ്മ പറഞ്ഞു അവൻ ഇങ്ങോട്ട് വന്നു എന്ന്. ഇവിടെ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് അവൻ ഇവിടെ വന്നിട്ട് അപ്പൊ തന്നെ പോയി എന്ന്. അത് കാരണം സെക്യൂരിറ്റി വീണ്ടും തിരിച്ചുപോയി. അവള് പറയുന്നുണ്ട് വെട്ടി കഷ്ണങ്ങളാക്കി എവിടെയെങ്കിലും കൊണ്ടിടാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടാന്നൊക്കെ. എന്നാൽ അർജുൻ പറയുന്നുണ്ട് സിനിമയിൽ കാണുന്ന കാര്യങ്ങളൊന്നും വെച്ചിട്ട് നീ കൂടുതൽ ഐഡിയാസ് ഒന്നും പറയാൻ നിൽക്കണ്ട, അതൊന്നും നടക്കില്ലാന്ന്. കാരണം ഇവിടെ നിന്ന് ആൾക്കാർ കാണാതെ ഈ ബോഡി താഴെ എത്തിക്കുക എന്ന് പറയുന്നത് റിസ്ക് ഉള്ള കാര്യമാണ്. ലിഫ്റ്റിൽ ക്യാമറയുണ്ട്, ഇവിടുത്തെ കോറിഡോറിലും മാത്രമാണ് ക്യാമറ ഇല്ലാത്തത്. താഴത്തെ പാർക്കിംഗ് ഏരിയയിലും ക്യാമറയുണ്ട്. ഇന്ന് മുഴുവൻ വീട്ടിലെത്തിയില്ലെങ്കിൽ അവന്റെ അമ്മ മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കും. നാളെ രാവിലെ വരെ അവർ വെയിറ്റ് ചെയ്യൂ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവൻ ഇവിടെ വന്നിട്ട് തിരിച്ചുപോയി എന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. അവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഹിത്തിന്റെ അമ്മ അവനെ തിരക്കി അവിടേക്ക് വരുന്നു. മീരയോട് അവൻ ആ റൂമിലേക്ക് കയറി പോകാൻ പറഞ്ഞിട്ട് അർജുനാണ് വന്ന് വാതിൽ തുറക്കുന്നത്. രോഹിത്തിനെ കണ്ടായിരുന്നു ചോദിക്കുമ്പോൾ അവൻ ഇവിടെ നിന്നും പോയി എന്നാണ് അർജുൻ പറയുന്നത്. മീര എവിടെന്ന് ചോദിക്കുമ്പോൾ അവൾ നല്ല ടയർഡായിട്ട് അകത്ത് കിടന്ന് ഉറങ്ങുകയാണെന്ന് അർജുൻ പറയുന്നു. അവരവിടെ വെച്ച് ഒന്നുകൂടി രോഹിത്തിന്റെ നമ്പറിൽ കോൾ ചെയ്ത് നോക്കുമ്പോൾ രോഹിത്തിന്റെ പോക്കറ്റിൽ കിടന്ന് അവന്റെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. ആ സൗണ്ട് കേട്ടിട്ട് രോഹിത്തിന്റെ അമ്മ പറയുന്നുണ്ട് അത് രോഹിത്തിന്റെ റിംഗ് ടോൺ ആണെന്ന്. എന്നാൽ പെട്ടെന്ന് അർജുൻ ഉള്ളിലേക്ക് കയറി പോയിട്ട് രോഹിത്തിന്റെ ഫോൺ സൈലന്റ് ആക്കിയ ശേഷം തന്റെ ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ച് വെറുതെ ആരെടുത്ത് സംസാരിക്കുന്ന പോലെ സംസാരിച്ചുകൊണ്ട് വന്നിട്ട് ഇവരോട് പറയുന്നുണ്ട് അത് രോഹിത്തിന്റെ ഫോണല്ല എന്റെ ഫോണായിരുന്നു എന്ന്. എന്നാ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. സൈഡിൽ രോഹിത്തിന്റെ ചെരുപ്പ് കിടപ്പുണ്ട്. അവർ കാണാതെ പെട്ടെന്ന് അവനത് തട്ടി മാറ്റുന്നു. ഇവനെന്തോ ഒളിപ്പിക്കുന്നതായിട്ട് അവർക്ക് ഡൗട്ട് തോന്നി. തൽക്കാലം അർജുൻ മീരയോട് പറയുന്നുണ്ട് നീ ഇവിടെ തന്നെ ഇരിക്കുക, ഞാൻ പുറത്തുനിന്ന് പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് വരാമെന്ന്. അർജുൻ നേരെ പോകുന്ന ഒരു മോർച്ചറിയിലേക്കാണ്. അവിടെ എത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനെ പറ്റിയുള്ള പല കാര്യങ്ങളും ഒരു ഡോക്ടറിൽ നിന്നും അറിയുന്നു. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ വന്ന് അതൊക്കെ ചോദിച്ചറിയുന്നത്. അതിനുശേഷം രോഹിത് ഇട്ടിരുന്ന ഷർട്ട് പോലൊരു ഷർട്ട് ഒരു കടയിൽ നിന്ന് അവൻ വാങ്ങുകയും ചെയ്തു. എന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്കാകട്ടെ അവൻ വിഷയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ അത്യാവശ്യമായിട്ട് മീരയുടെ ഫ്ലാറ്റിലേക്ക് വരണമെന്ന്. പിന്നെ അവൻ നേരെ പോകുന്നത് മീരയുടെ ഫ്ലാറ്റിന്റെ ഏരിയയിൽ നിന്നും കുറച്ച് മാറിയിട്ട് ബാക്കിലുള്ള ഒരു മതിലിന്റെ അടുത്താണ്. അവിടെ എല്ലാം തന്നെ കാടായിരുന്നു. ആ മതിലിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ മീരയുടെ ഫ്ലാറ്റിന്റെ ഏരിയയുടെ ബാക്ക് സൈഡ് കാണാമായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ അർജുൻ വിളിച്ച പ്രകാരം വിഷു അവിടേക്ക് വരുന്നു. അവന്റെ മുന്നിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ മീര പറയുന്നുണ്ടായിരുന്നില്ല. നോർമലായിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു അവള്. അവൻ അറിയാതെ പോലും ആ റൂമിലേക്ക് കയറാൻ അവൾ അനുവദിച്ചതുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അർജുൻ അവിടേക്ക് വന്നു. കുറച്ചുനേരം സംസാരിച്ചിരുന്ന ശേഷം അർജുൻ ആകട്ടെ അവന് വേണ്ടിയിട്ട് ആ ഷർട്ട് എടുത്തു കൊടുക്കുന്നു. നീ ഇതിടാൻ പറയുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ ഇതിടുന്നതെന്ന്. അതൊന്നുമില്ല, നിന്റെ ബർത്ത്ഡേക്കൊന്നും വാങ്ങി തന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇപ്പൊ വാങ്ങി തന്നതാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ കൊടുക്കുന്നത്. ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിശ്വ പറഞ്ഞപ്പോഴാകട്ടെ മീര മനഃപൂർവ്വം അവന്റെ ഷർട്ടിൽ കുറച്ച് വെള്ളം കോരി ഒഴിക്കുന്നു. അത് കാരണം പിന്നെ അവനത് മാറിയെങ്കിലേ പറ്റുമായിരുന്നുള്ളൂ. പിന്നെ അവന്റെ തലയിൽ ഒരു തൊപ്പിയും കൂടെ വെച്ചു കൊടുക്കുകയാണ് അർജുൻ. പോരാഞ്ഞിട്ട് നിനക്കൊരു ഗിഫ്റ്റ് കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് രോഹിത്തിന്റെ കാറിന്റെ കീ എടുത്ത് അവന് കൊടുക്കുന്നു. ഇവൻ തനിക്ക് കാറൊക്കെ ഗിഫ്റ്റ് തന്നു എന്ന് വിചാരിച്ചിട്ട് വിശ്വ ആകെ സന്തോഷത്തിലായിരുന്നു. ഇത്രയൊക്കെ കാര്യങ്ങൾ നിനക്ക് ചെയ്തു തന്ന സ്ഥിതിക്ക് നീ എനിക്കൊരു സഹായം ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട് രോഹിത്തിന്റെ ഫോൺ ആകട്ടെ ഒരു കവറിലാക്കി അവന്റെ കയ്യിൽ കൊടുക്കുന്നു. തൽക്കാലം ഇതും കൊണ്ട് ഞാൻ പറയുന്ന സ്ഥലത്ത് നീ പോണം, അവിടെ കുറച്ചു നേരം ഇരിക്കണം, ഒരാൾ വന്ന് ഈ ഒരു കവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു പറയുന്നു. അങ്ങനെ ഇവര് പറഞ്ഞ പ്രകാരം വിശ്വ ആകട്ടെ രോഹിത് ഇട്ടിരുന്ന പോലത്തെ അതേ ഷർട്ടും ഇട്ട് തലയിൽ ക്യാപ്പും വെച്ചിട്ട് രോഹിത്തിന്റെ കാറിന്റെ കീയുമായിട്ട് നേരെ താഴേക്ക് പോയി. അർജുൻ തനിക്ക് വേണ്ടി ഗിഫ്റ്റ് തന്ന കാറാണെന്ന് വിചാരിച്ചിട്ട് അവൻ എടുത്തുകൊണ്ട് പോകുന്നത് രോഹിത്തിന്റെ കാറുമായിരുന്നു. അവന് ഫോൺ കൊടുക്കുന്നതിന് മുൻപ് തന്നെ അർജുനാകട്ടെ രോഹിത്തിന്റെ വാട്സപ്പ് മീരയുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് മീര ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് രോഹിത് ഇവിടെ വന്നിട്ട് തിരിച്ചുപോയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു തെളിവ് വേണം. അതിനു വേണ്ടിയിട്ടാണ് അതുപോലൊരു ഡ്രസ്സ് ഇട്ടിട്ട് അവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. ഇവിടെ കോറിഡോറിൽ ഒന്നും തന്നെ ക്യാമറയില്ല, ആകെയുള്ളത് ലിഫ്റ്റിലും താഴെ പാർക്കിംഗ് ഏരിയയിലുമാണ്. ആ ക്യാമറയെല്ലാം തന്നെ മുകളിൽ നിന്ന് താഴേക്കാണിരിക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ പോലീസ് ക്യാമറ ചെക്ക് ചെയ്യുമ്പോൾ രോഹിത് ലിഫ്റ്റിൽ ഇവിടേക്ക് വന്ന് ഇറങ്ങുന്നതും പിന്നെ തിരിച്ച് ലിഫ്റ്റിൽ കയറി താഴേക്ക് പോകുന്നതും മാത്രമേ അവര് കാണൂ. അവന്റെ ഫേസ് കാണാൻ പറ്റാത്ത കാരണം അവർ ഡ്രസ്സ് വെച്ചിട്ട് തന്നെയായിരിക്കും ഐഡന്റിഫൈ ചെയ്യുന്നത്. മാത്രമല്ല പാർക്കിംഗ് ഏരിയയിൽ നിന്ന് അവന്റെ കാർ എടുത്തുകൊണ്ടാണല്ലോ വിശ്വ പോകുന്നത്, അത് രോഹിത് ആണെന്ന് അവർ വിചാരിച്ചോളും. രോഹിത്തിന്റെ വാട്സ്ആപ്പ് ചാറ്റ്സ് എല്ലാം തന്നെ പരിശോധിക്കുന്നതിലൂടെ അർജുന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവൻ എത്തരത്തിൽപ്പെട്ട ആളാണെന്ന്. അതേസമയം കുറച്ച് പോലീസുകാരാകട്ടെ രോഹിത്തിനെ അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് വരുന്നു. അവൻ ഏതോ ഒരു പൊളിറ്റീഷ്യന്റെ മകന്റെ തലക്കടിച്ചിട്ടുണ്ടായിരുന്നു. ആ പയ്യനാകട്ടെ ബോധമില്ലാതെ കിടക്കുകയാണ്. അതിനുശേഷമാണ് അവൻ ഇങ്ങോട്ട് മീരയെ കാണാൻ വന്നത്. ആ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി പോലീസുകാർ രോഹിത്തിനെ തേടി ഇവിടെ വന്നതാണ്. നമ്മ പോലീസുകാരോട് പറയുന്നുണ്ട് അവൻ അവസാനമായിട്ട് വന്നത് ഇവിടേക്കാണെന്ന്. ഇതെല്ലാം കേട്ടിട്ട് അർജുൻ പറയുന്നുണ്ട് അടികൊണ്ട് ആ പയ്യൻ ഇതുവരെയും കംപ്ലൈന്റ് തന്നുവെന്ന്. അയാള് ബോധമില്ലാതെ കിടക്കുകയാണ്, പക്ഷെ ഫാമിലി ഞങ്ങളെ പ്രഷർ ചെയ്തുകൊണ്ടാണ് അന്വേഷിക്കാൻ വന്നതെന്ന് പോലീസുകാരൻ പറയുന്നു. അർജുൻ പറയുന്നുണ്ട് ആദ്യം വിക്ടിമിന്റെ അടുത്ത് നിന്നും കറക്റ്റ് ആയിട്ട് കംപ്ലൈന്റ് വാങ്ങിച്ച് അതിനെന്തെങ്കിലും സാക്ഷികൾ ഉണ്ടെങ്കിൽ അവരെയും കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കാൻ ഇറങ്ങാൻ.
നിങ്ങൾ ആദ്യം ഫോർമൽ കംപ്ലൈന്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ രോഹിത്തിന്റെ വീട്ടിൽ കയറി പരിശോധിക്കാനോ അവനെ അന്വേഷിക്കാനോ നിങ്ങൾക്ക് സാധിക്കൂ എന്ന് പറഞ്ഞിട്ട് തൽക്കാലം അർജുൻ അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ആ സമയത്ത് കുറച്ച് പോലീസുകാര് CCTV ചെക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അവർ ചെക്ക് ചെയ്തിട്ട് വന്നിട്ട് പറയുന്നത് രോഹിത് നമ്മളിങ്ങോട്ട് വരുന്നതിന് കുറച്ചു മുമ്പ് ലിഫ്റ്റ് വഴി താഴേക്ക് പോയി എന്നും പാർക്കിംഗിൽ ഉണ്ടായിരുന്ന കാർ എടുത്തിട്ടാണ് പോയതെന്നും അവനെങ്ങാനും തിരിച്ചു വരുവാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് തൽക്കാലം ആ പോലീസുകാരന്റെ ഫോൺ നമ്പർ ആകട്ടെ നമ്മുടെ അർജുൻ വാങ്ങി വെക്കുന്നു. അതിനിടയ്ക്ക് രോഹിത്തിന്റെ നായയാകട്ടെ നേരെ ഓടിച്ചെന്ന് ആ റൂമിന്റെ ഫ്രണ്ടിൽ നിന്ന് കുരയ്ക്കുന്നുണ്ട്. രോഹിത്തിന്റെ അമ്മ പെട്ടെന്ന് ആ നായയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ അവർക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ടായിരുന്നു, ഈ നായ എന്തിനായിരിക്കും ആ റൂമിന്റെ ഫ്രണ്ടിൽ കിടന്ന് കുരച്ചതെന്ന്. മീരയാകട്ടെ എല്ലാം കൊണ്ട് ആകെ ടെൻഷനിലായിരുന്നു. അർജുൻ അവളോട് പറയുന്നുണ്ട്, നീ കുറച്ചു നേരം കിടന്നു ഉറങ്ങാൻ. കുറച്ചു കഴിയുമ്പോൾ രോഹിത്തിന്റെ ഫ്രണ്ട് ആകട്ടെ അവനെ കാണാത്ത കാരണം അവന്റെ വീട്ടിലേക്ക് വരുന്നു. അവന്റെ അമ്മ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തലേന്ന് രാത്രി പാർട്ടിയിൽ എന്താണ് സംഭവിച്ചത്, അവൻ എന്തിനാണ് ആ പയ്യനെ അടിച്ചെന്നൊക്കെ ചോദിക്കുന്നവര്. അതൊന്നും തനിക്കറിയില്ല എന്നാണ് ഇവൻ പറയുന്നത്. ഞാൻ ഇടയ്ക്ക് വെച്ച് അച്ഛൻ വിളിച്ചിട്ട് അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. രോഹിത് ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവനും അറിയില്ലായിരുന്നു. ആ സമയത്ത് അവന് രോഹിത്തിന്റെ വാട്സാപ്പിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നുണ്ട്, ഞാൻ ഓക്കെ ആണെന്നും പ്രശ്നമൊന്നുമില്ല, ഞാൻ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞിട്ട്. അത് അയക്കുന്നത് നമ്മുടെ അർജുൻ ആയിരുന്നു. അർജുൻ ഓൾറെഡി തന്നെ വിഷയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഒരു മദ്യഷോപ്പിൽ പോയിട്ട് 2 കുപ്പി ബിയർ വാങ്ങിയിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ. ആ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ നമ്മുടെ അർജുൻ ആകട്ടെ രോഹിത്തിന്റെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുന്നത്. അതായത് രോഹിത് ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ടെന്ന് ഇവരെയൊക്കെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അർജുൻ കൊടുത്ത ഫോണിന്റെ പാഴ്സൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരാൾ അവിടേക്ക് വരുമെന്ന് പറഞ്ഞിട്ടാണ് വിശ്വയോട് അവൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞത്. കുറേ നേരമായിട്ടും ആരെയും കാണാത്ത കാരണം വിശ്വ ആകട്ടെ തിരിച്ച് അർജുനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇനിയും വെയിറ്റ് ചെയ്യണമെന്ന്. നീ ഇനി വെയിറ്റ് ചെയ്യണ്ട, അവിടെ നിന്ന് തിരിച്ചു പോരെന്ന് പറയുന്നുണ്ട് അർജുൻ. എന്നാൽ വിശ്വ പോകുന്ന വഴിയിൽ ഒരു സംഘം ആൾക്കാര് അവനെ ചേസ് ചെയ്യുന്നു. ആ കാറ് രോഹിത്തിന്റെയാണ്. അതിനുള്ളിലുള്ളതും രോഹിത്താണെന്നാണ് അവര് വിചാരിച്ചിരിക്കുന്നത്. രോഹിത് അടിച്ച പയ്യന്റെ അച്ഛനല്ലേ ആ ഒരു പൊളിറ്റീഷ്യൻ, അയാളുടെ ആൾക്കാരായിരുന്നു അത്. പിന്നെ എന്തിനാണ് ആൾക്കാർ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ചേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് വിശ്വ ആകട്ടെ അർജുനെ കോൾ ചെയ്യുന്നു. അർജുൻ പറയുന്നുണ്ട്, മീരയുടെ അപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തായിട്ട് ബാക്കിൽ ഒരു കാടുണ്ട്, അവിടെ ഒരു മതില് കാണാം, ആ ഏരിയയിൽ കൊണ്ടുപോയി നീ വണ്ടി എങ്ങനെയെങ്കിലും ആരും കാണാതെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ. പിന്നെ നീട്ടിരുന്ന ആ ഷർട്ടും കത്തിച്ച് കളഞ്ഞേക്കാൻ. അതൊരു റൗഡിയുടെ കാറാണ്, ആ റൗഡിയുടെ ആൾക്കാരാണ് നിന്നെ ഇപ്പം ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് വിശ്വ അർജുനോട് ചോദിച്ചെങ്കിലും അർജുൻ ഒന്നും തന്നെ പറയുന്നില്ല. അങ്ങനെ അവൻ പറഞ്ഞ പ്രകാരം വിശ്വ എങ്ങനെയൊക്കെയോ കൊണ്ടുപോയി ആ സ്ഥലത്തിട്ടിട്ട് അവിടെ നിന്നും പോയി. കുറച്ചു സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ മീര ഉറക്കമുണർന്നിട്ടുണ്ടായിരുന്നു. അവള് മുഖമൊക്കെ കഴുകിക്കൊണ്ട് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് രോഹിത്തിന്റെ അമ്മയാകട്ടെ നേരത്തെ കുറെ ഡൗട്ടുകൾ തോന്നിയത് കാരണം മീരയുടെ ഫ്ളാറ്റിലേക്ക് കയറിയിട്ട് ആ റൂം ഒന്ന് പരിശോധിക്കാൻ വേണ്ടിട്ട് തുടങ്ങിയാണ്. മീര അത് കണ്ടുകൊണ്ട് പുറത്തേക്ക് വന്നതും ആന്റി എന്താ എവിടെയെന്ന് ചോദിക്കുന്നു. ഒന്നുമില്ല, രോഹിത്തങ്ങാനും വിളിച്ചോന്നറിയാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് അവര് പതിയെ അങ്ങ് തിരികെ പോയി. അപ്പോഴേക്കും അർജുനും എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു നിമിഷം നമ്മൾ വൈകിയിരുന്നെങ്കിൽ അവരാ ബോഡി കണ്ടേനെന്ന് പറഞ്ഞിട്ട് അവൾ ആകെ ടെൻഷനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിനകം വെച്ചിട്ട് ഇവരുടെ എൻഗേജ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ മീരയുടെ അച്ഛനും അമ്മയും ഇവിടേക്ക് വന്നിട്ട് ഇവരെല്ലാവരും ചേർന്നിട്ട് എയർപോർട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. വെച്ചിട്ടായിരുന്നു ഇവരുടെ എൻഗേജ്മെന്റ്. അങ്ങനെ മീരയുടെ അച്ഛനും അമ്മയും എത്തി. അവൾ അവരോട് നോർമൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. കുറച്ചു നേരം അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം അർജുൻ പറയുന്നുണ്ട്, തനിക്കൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടെന്ന്. അതിനു മുമ്പ് ടോയ്ലറ്റിൽ പോകാനെന്ന വേജന അവനാകട്ടെ മീരയുടെ റൂമിലേക്ക് കയറി അവളുടെ കബോർഡിൽ നിന്നും അവളുടെ പാസ്പോർട്ട് എടുക്കുന്നു. അത് എടുത്തുകൊണ്ടാണ് അവൻ പുറത്തേക്ക് പോകുന്നത്. കുറച്ചു കഴിയുമ്പോൾ ഇവളുടെ അച്ഛനാകട്ടെ രോഹിത്തിന്റെ ബോഡി കിടക്കുന്ന ആ റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും അവൾ പെട്ടെന്ന് അച്ഛനെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അതെല്ലാം മെസ്സായിട്ട് കിടക്കുക, തൊട്ടപ്പുറത്തെ റൂം അച്ഛന് യൂസ് ചെയ്തോളാൻ. തലനാരിക്ക് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് റൂമിലേക്ക് കയറി വാതിലടിക്കുമ്പോഴാണ് കാണുന്നത് അവിടെ രോഹിത്തിന്റെ ബോഡി ഇല്ല. അവൾ ആകെ ടെൻസായി. പെട്ടെന്ന് തന്നെ അവളാകട്ടെ അർജുനെ വിളിച്ച് പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, നീ ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, അച്ഛന്റെ അമ്മയുടെയും കൂടെ നാട്ടിലേക്ക് പോകാൻ തയ്യാറായിക്കൊള്ളാൻ. ആ ബോഡിയുടെ കാര്യം എല്ലാം തന്നെ താൻ നോക്കിക്കൊള്ളാം. അവൾ തന്റെ വീട്ടുകാരോട് ചോദിക്കുന്നുണ്ട്, അർജുന്റെ പ്രൊഫഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന്. അവന്റെ മാരേജ് പ്രൊഫൈലില് അതാദ്യം മറച്ചു വെച്ചിരുന്നുവെങ്കിലും സംസാരിച്ച സമയത്ത് അവന്റെ വീട്ടുകാരെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ആദ്യമേ കയറി നോ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിന്നോട് പറയാതിരുന്നതാണെന്ന് അവർ പറയുന്നു. ഇവിടെ നമ്മുടെ അർജുനാകട്ടെ നേരത്തെ വിഷയോട് പറഞ്ഞിട്ട് രോഹിത്തിന്റെ വണ്ടി ഒരിടത്ത് കൊണ്ടിട്ടിരുന്നില്ലേ, അവിടേക്ക് പോകുന്നു. അവിടെ എത്തിയ ശേഷം അവൻ വീട്ടിൽ നിന്നെടുത്ത മീരയുടെ പാസ്പോർട്ട് ആകട്ടെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് നേരത്തെ വാങ്ങിയ പോലീസുകാരന്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് സാറിന്റെ ഒരു ഹെൽപ്പ് എനിക്ക് വേണമെന്ന് പറയുന്നു. ഞാൻ ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ കോള് കട്ട് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് അവൻ വീട്ടിലെത്തി മീരയും അവളുടെ അച്ഛനും അമ്മയും എല്ലാം കൂട്ടി എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. പോകുന്നതിന് മുമ്പ് രോഹിത്തിന്റെ അമ്മയെ കണ്ടിട്ട് അതുപോലെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് പോവുകയാണെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു ലിഫ്റ്റിൽ കയറി താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഞാൻ കാറിന്റെ ചാവി എടുക്കാൻ മറന്നു, അതുകൊണ്ട് നീ ഫ്ളാറ്റിന്റെ കീ ഒന്ന് എനിക്ക് തരാൻ. അങ്ങനെ അവൻ തിരിച്ച് മുകളിലേക്ക് കയറിപ്പോയി നേരെ ഫ്ളാറ്റ് തുറന്ന് ആ കാറിന്റെ കീ എടുക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞാണ് അവൻ താഴേക്ക് വരുന്നത്. സ്റ്റെപ്പ് ഇറങ്ങി വന്ന അവനാകട്ടെ സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട്, ലിഫ്റ്റ് വർക്ക് ആവുന്നില്ല, ഒന്ന് നോക്കിക്കൊള്ളാൻ. അതിനുശേഷം എല്ലാവരെയും കൂട്ടി അവർ ആദ്യം പോകുന്നത് ഇവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത പ്രകാരം ഒരു പൂജ ചെയ്യാനായിരുന്നു. അവിടെ ഒരു അമ്പലത്തില് ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ അച്ഛനും അമ്മയും പൂജ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. പൂജയുടെ ഇടയ്ക്ക് അവനാകട്ടെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഞാൻ വാട്സപ്പിൽ ഒരു കോപ്പി അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് മീരയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് നീ ഒരു താങ്ക്സ് പറയാനും പറയുന്നു. ഇവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൻ പറഞ്ഞ പ്രകാരം അവൾ ആകട്ടെ ഫോണിലൂടെ താങ്ക്സ് എന്ന് മാത്രം പറഞ്ഞു. ആ പോലീസുകാർ അർജുനോട് പറയുന്നുണ്ട്, വാട്സപ്പിൽ അയച്ചത് ഓക്കെയാണ്, പക്ഷെ ഒരു അരമണിക്കൂറിനുള്ളിൽ വെച്ചിട്ട് ഒരു കംപ്ലൈന്റ് കൂടി തന്നിട്ട് പോകണമെന്ന്. അങ്ങനെ താൻ ഇപ്പൊ
വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അവൻ നേരെ പോകുന്നത് ആ ഫ്ളാറ്റിന്റെ ബാക്കിലുള്ള സ്ഥലമല്ലേ അവിടേക്കായിരുന്നു. ആ മതില് ചാടിക്കടന്ന് മീരയുടെ ഫ്ളാറ്റിന്റെ ബാക്കിലേക്ക് അവൻ പോകുന്നു. അവൻ തന്നെ നേരത്തെ ലോക്കാക്കി വെച്ചിരുന്ന ആ ഒരു ലിഫ്റ്റ് ഉണ്ടല്ലോ അത് അവൻ തുറക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ രോഹിത്തിന്റെ ബോഡി അവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഈ ബോഡി എങ്ങനെയാണ് ഇവൻ ഇതിന്റെ മുകളിൽ ഇട്ടതെന്നല്ലേ? മീര ഉറങ്ങുന്ന സമയത്തായിരുന്നു ഇവൻ ഇതെല്ലാം ചെയ്തത്. അവൻ തന്റെ ഒരു കാർഡാകട്ടെ ലിഫ്റ്റിന്റെ ഇടയിലേക്ക് താഴേക്ക് ഇട്ട ശേഷം സെക്യൂരിറ്റിയോട് വന്ന് പറയുന്നുണ്ട് ലിഫ്റ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ട് എന്റെ ആ ഇടയിൽ വീണ കാർഡൊന്ന് എടുത്തു തരുമോ എന്ന്. അങ്ങനെ അയാൾ അത് എടുത്തു കൊടുക്കാൻ വേണ്ടിട്ട് ലിഫ്റ്റ് ഓഫ് ആക്കുന്നു. ആ ഒരു നേരം കൊണ്ട് അവൻ രോഹിത്തിന്റെ ബോഡി ലിഫ്റ്റിന്റെ മുകളിലേക്ക് ഇട്ടു. കോറിഡോറിൽ ക്യാമറ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊന്നും തന്നെ റെക്കോർഡ് ആകത്തുമില്ല. പിന്നീട് ഇവൻ മീരയുടെ പേരൻസിന്റെ കൂടെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് കാറിന്റെ കീ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും മുകളിലേക്ക് പോയില്ലേ. ആ ഒരു ടൈമിൽ അവൻ ആ ലിഫ്റ്റിൽ എന്തോ ചെയ്തിട്ട് അത് ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ കൊണ്ടുപോയി സ്റ്റക്ക് ആക്കി വെക്കുന്നു. എന്നിട്ടാണ് അവൻ വന്ന് സെക്യൂരിറ്റിയോട് പറഞ്ഞത് അത് വർക്ക് ആകുന്നില്ല എന്ന്. ഇപ്പൊ അവൻ ആരും അറിയാതെ വന്നിരിക്കുന്നത് ഈ ഒരു ബോഡി ഇവിടെ നിന്നും എടുക്കാനാണ്. ബോഡി എടുത്തുകൊണ്ട് അവൻ നേരെ പോകുന്നത് ടെറസിലേക്കാണ്. രോഹിത്തിന്റെ ബോഡി ആകട്ടെ ടെറസിന്റെ അറ്റത്ത് കൊണ്ടുപോയി ഒരിടത്ത് അവൻ ഇരുത്തുന്നുണ്ട്. കുറച്ച് മദ്യക്കുപ്പികൾ അവിടെ കൊണ്ടുവച്ചു. നിമിഷം അവന്റെ ബോഡി താഴേക്ക് വീഴാമെന്നുള്ളൊരു സ്റ്റേജിലാണ് ഇരിക്കുന്നത്. ബോഡിയുടെ വെയിറ്റ് കാരണം അത് ഫ്രണ്ടിലേക്ക് ആയുന്നുമുണ്ട്. ആ നേരം കൊണ്ട് അർജുനാകട്ടെ സ്റ്റെപ്പ് വഴി ഇറങ്ങിപ്പോയി ഫ്ളാറ്റിന്റെ ബാക്കിലൂടെ നേരെ തിരിച്ച് തന്റെ കാറിന്റെ അടുത്തെത്തുന്നു. അപ്പോഴേക്കും രോഹിത്തിന്റെ ബോഡി ആകട്ടെ അവിടെ ഫ്ളാറ്റിലുള്ള ആൾക്കാരുടെ മുന്നിലേക്ക് വീണ് അവരെല്ലാവരും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ അർജുനാകട്ടെ കാർ എടുക്കാൻ വന്നപ്പോഴേക്കും അവിടെ വെച്ച് രോഹിത്തിന്റെ കൂട്ടുകാരനെ കാണുന്നു. രോഹിത്തിനെ കാണാനില്ലാത്ത കാരണം ഇവൻ അന്വേഷിച്ച് നടപ്പായിരുന്നു. രോഹിത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ഈ വണ്ടിയിലേക്ക് കയറുന്നു പറഞ്ഞിട്ട് അർജുനാകട്ടെ രോഹിത്തിന്റെ കൂട്ടുകാരനെ കൂട്ടി അവിടെ നിന്നും പോകുന്നു. ഈ കൂട്ടുകാരനാകട്ടെ ഇവിടെ എത്തിപ്പെട്ട ആ ഒരു സീനാണ് കാണിക്കുന്നത്. രോഹിത് മീരയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ കൂട്ടുകാരനെ വിളിച്ചിട്ട് അവളുടെ വീഡിയോസ് ഞാൻ എന്തൊക്കെയായാലും എടുത്തിരിക്കുമെന്ന് പറഞ്ഞാണ് പോകുന്നത്. അതിനുശേഷം അവനെ തിരക്കി ഇവനാകട്ടെ രോഹിത്തിന്റെ വീട്ടിലെത്തി കഴിയുമ്പോൾ അവൻ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഹിത്തിന്റെ നമ്പറിൽ നിന്ന് അർജുൻ അയച്ച ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അവൻ കണ്ടിരുന്നല്ലോ. അവൻ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ എത്തുമ്പോൾ അർജുന്റെ കാറിലാകട്ടെ വിശ്വ ഇരിക്കുന്നു. അവനോട് ചോദിക്കുമ്പോൾ ഇത് തന്റെ കാറാണെന്നാണ് വിശ്വ പറയുന്നത്. അതോടുകൂടി എന്തോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഇവന് മനസ്സിലായി. ഇതിന്റെ പിന്നിൽ അർജുനായിരിക്കുമെന്ന് അവന് ഉറപ്പായിരുന്നു. കാരണം അർജുനും രോഹിത്തും തമ്മിൽ നേരത്തെ ഒരു അടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മര്യാദയ്ക്ക് രോഹിത് എവിടെയെന്ന് നീ പറഞ്ഞില്ലെങ്കിൽ താൻ പോലീസിന്റെ അടുത്ത് പോകുമെന്ന് ഇവൻ പറയുന്നു. എന്നാൽ ചിരിച്ചുകൊണ്ട് അർജുൻ പറയുന്നുണ്ട് നിനക്ക് പോലീസിന്റെ അടുത്തൊന്നും പോകാൻ പറ്റില്ല. കാരണം ഓൾറെഡി പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ടി മന്മഥൻസ് എന്ന് പറയുന്ന ആ ഒരു ഗ്യാങ് നിങ്ങളാണ്. പെൺകുട്ടികളെ വലയിലാക്കി ക്രൂരമായി റേപ്പ് ചെയ്ത് അവരുടെ വീഡിയോസ് എടുക്കുകയും വീണ്ടും വീണ്ടും അവരെ റേപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഗ്യാങ് ആയിരുന്നു അത്. പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി കൊണ്ടുപോകുന്നു. എന്നാൽ അവിടെ എത്തിയതും ഈ കൂട്ടുകാരൻ ഇറങ്ങി ഓടുകയാണ്. അവൻ സ്റ്റേഷനിലേക്ക് എത്തി അവിടെ ഒരു പരാതി കൊടുക്കുന്നുണ്ട്. അതായത് നേരത്തെ അവനാകട്ടെ മീരയുടെ പാസ്പോർട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, അത് മിസ്സിംഗ് ആയെന്ന് പറഞ്ഞിട്ട് അവൻ ഓൾറെഡി ഇയാളെ വിളിച്ചൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത്. അവരതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു ഫ്ളാറ്റിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കോള് വരുന്നത്. രോഹിത്തിനെ ടെറസിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ അവിടെ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട്. രോഹിത്തിന്റെ മരണത്തിൽ തനിക്കോ മീരയ്ക്കോ ഒരു രീതിയിലുള്ള പങ്കും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പാസ്പോർട്ട് കളഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി വന്നത്. അവര് നോക്കുമ്പോൾ അവൻ ഇവിടെയുണ്ട്. അവിടെ രോഹിത്ത് മരിച്ച നിലയിലും കാണുന്നു. അതുകൊണ്ട് ഇവനെ ഒരിക്കലും പോലീസുകാർക്ക് സംശയിക്കാൻ പറ്റില്ല. അങ്ങനെ മീരയും കൂട്ടിയാണ് അവൻ ആ ബോഡി കാണാൻ വേണ്ടി പോകുന്നത്. പ്രാഥമിക നിഗമനത്തിൽ പോലീസുകാർ പറയുന്നത് അവൻ ടെറസിൽ നിന്ന് വീണ് മരിച്ചത് തന്നെയായിരിക്കും എന്നാണ്. കാരണം അവിടെയെല്ലാം തന്നെ മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നു. ആ പൊളിറ്റീഷ്യന്റെ മകനെ അടിച്ച കേസിൽ ആരെങ്കിലും തന്നെ പിടിക്കുമെന്ന് പേടിച്ചിട്ട് അവൻ ഇവിടെ നിന്നും പുറത്തു പോയതാണ്. അതിനുശേഷം കാറുമായിട്ട് ഫ്ളാറ്റിന്റെ ബാക്കിലുള്ള ആ ഒരു കാടിന്റെ അടുത്ത് കൊണ്ടുവന്ന് കാർ ഇട്ടിട്ട് മതില് ചാടി അവൻ ആരും കാണാതെ ഈ ഫ്ളാറ്റിന്റെ മുകളിലേക്ക് വന്നതാണ്. അവിടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് സ്ലിപ്പായി വീണതാകാം. കാരണം അതിനോടകം തന്നെ അവന്റെ കാർ അവിടെ നിന്നും ആൾക്കാർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊരു ആക്സിഡന്റൽ ഡെത്ത് ആണെന്നുള്ള കാര്യം അവർ ഉറപ്പിച്ചു. അങ്ങനെ തന്നെയാണ് അവർ ചാർജ് ഷീറ്റിൽ എഴുതുന്നത്. ഈ സംഭവം നടന്ന കാരണം അച്ഛനോടും അമ്മയോടും പൊയ്ക്കോളാൻ പറയുകയാണ് മീര. ഞങ്ങൾ പതിയെ വന്നോളാമെന്ന് പറയുന്നു. എന്നാൽ പോകുന്ന വഴിക്ക് അർജുൻ ചോദിക്കുന്നുണ്ട് നീ ഓക്കെ ആണോ എന്ന്. ആണെന്ന് നമ്മൾ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് എന്നാലും നീ അവനെ അടിച്ചപ്പോൾ നല്ല പോലെ അടിക്കണമായിരുന്നു എന്ന്. അർജുൻ ഇവനെ താഴേക്ക് തള്ളിയിടുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ അവൻ മരിച്ചത്. ഇവനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവന് ജീവനുണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസുകാർക്ക് മരിച്ച സമയം വെച്ചിട്ട് പോലും ഈ ഒരു കേസ് തെളിയിക്കാൻ പറ്റില്ല. കാരണം അവൻ മീരയുടെ ഫ്ളാറ്റിൽ വെച്ച് മരിച്ചിട്ടില്ല. ഇപ്പൊ മുകളിൽ നിന്ന് താഴേക്ക് വീണപ്പോഴാണ് മരിച്ചത്. എന്തിനാണ് നീ അവനോട് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴാണ് അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നത്. ഇടയ്ക്ക് അവളുടെ ഒരു കൂട്ടുകാരി സൗന്ദര്യയെ പറ്റി പറഞ്ഞിരുന്നല്ലോ. ആ പെൺകുട്ടി മരിച്ചതിന് കാരണം രോഹിത് ആയിരുന്നു. അവളുമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രണയത്തിലാവുകയും അവളെ ചതിച്ച് വീഡിയോസ് എടുത്തിട്ട് അവളെ റേപ്പ് ചെയ്യുകയും ചെയ്തു. വീഡിയോസ് കാണിച്ച് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. സൗന്ദര്യ എല്ലാ സത്യങ്ങളും മീരയോട് പറഞ്ഞ ശേഷമാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതിന് രോഹിത്തിനോട് പകരം വിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു മീര അവന്റെ ഫ്ളാറ്റിന്റെ അടുത്തേക്ക് തന്നെ ഷിഫ്റ്റ് ആയത്. അവനുമായിട്ട് കൂട്ടുകൂടുകയും അന്ന് ലോങ് ഡ്രൈവിന് പോകുന്നതിനിടയ്ക്ക് സ്പീഡ് കൂട്ടിയതും എല്ലാം തന്നെ അവൾ മനഃപൂർവ്വമാണ്. അവന്റെ സൈഡിലെ സീറ്റ് ബെൽറ്റ് അവൾ നേരത്തെ തന്നെ കേടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ആക്സിഡന്റിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു. പക്ഷെ അന്ന് അവൻ വീട്ടിലേക്ക് വന്ന സമയത്ത് ഇവൾക്ക് അവനെ കൊല്ലാനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അന്ന് അവളൊന്നും പ്ലാൻ ചെയ്തതുമല്ല. എന്നാൽ അവൻ പെട്ടെന്ന് വന്നിട്ട് ഇവളോട് ഐ ലവ് യു പറയുകയും ഇവളെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇവൾ ആകെ ദേഷ്യത്തിലായി. സൗന്ദര്യയെ പറ്റി ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ അവളും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു എന്നും പക്ഷെ അവളെ വിചാരിക്കുന്ന പോലെ അത്ര നല്ല പെൺകുട്ടിയൊന്നും അല്ലായിരുന്നു എന്നും. അങ്ങനെ അവളെ കുറിച്ച് മോശമായിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങിയതോടുകൂടി ദേഷ്യം വന്നിട്ട് അവിടെ ഇരുന്ന് ഇടികളിലെടുത്തിട്ട് അവൾ അവന്റെ തലക്കടിക്കുകയായിരുന്നു. ഒരു ദേഷ്യത്തിൽ ചെയ്തു പോയതായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ടെൻഷനായിട്ട് ആംബുലൻസിനെ വിളിച്ചതും. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് അർജുൻ അവിടേക്ക് വന്ന് കോളിംബെൽ അടിക്കുന്നത്. അവളാകട്ടെ അവൻ കാണാതെ ആ ഡോറിന്റെ ലോക്ക് ഊരിയിട്ട ശേഷമാണ് വീണ്ടും രോഹിത്തിന്റെ അടുത്ത് പോയിരിക്കുന്നത്. കാരണം അവൻ എന്തായാലും
എങ്ങനെയെങ്കിലും തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. എന്നിട്ട് അവിടെ സാധനങ്ങളെല്ലാം തന്നെ അലങ്കോലമാക്കിയിരുന്നു. അവൻ തന്നെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ഒരു സ്ട്രഗിളിനിടയ്ക്ക് സംഭവിച്ചതാണെന്ന് അർജുനെ വിശ്വസിപ്പിക്കാനായിരുന്നു. എന്നാൽ എല്ലാ കാര്യങ്ങളും അർജുന് മനസ്സിലായി. അർജുൻ പറയുന്നുണ്ട് എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി, ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന്. അപ്പൊ നമ്മുടെ രോഹിത്തിന്റെ കൂട്ടുകാരൻ എവിടെയെന്നല്ലേ, അവനെ ഓൾറെഡി തന്നെ പിടിച്ച് അർജുനാകട്ടെ ഈ വണ്ടിയുടെ ഡിക്കിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.